നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താടി നിന്റെ ഈ കൊറേ ജോലി? അടുക്കള നിറങ്ങലല്ലേ? അയ്യോ, പറയാൻ മറന്നു. നീ നിന്റെ അക്കുച്ചേട്ടന് കൊടുത്തുവിട്ട ഫുഡ് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം, എനിക്കിഷ്ടായി. ഞാൻ അരവിന്ദനെ കല്യാണം കഴിച്ച ആയിരപ്പറയിലേക്ക് വരുമ്പോ രാവിലെയുള്ള ചായ മുതൽ രാത്രി എന്റെ റൂമിൽ വെള്ളം കൊണ്ടുവയ്ക്കുന്നത് വരെ നിന്റെ ജോലിയായിരിക്കും. ഡെയിലി മെനു ഞാൻ തരാം. അതെല്ലാം ഉണ്ടാക്കി എനിക്ക് റൈറ്റ് ടൈമിൽ ഓഫീസിൽ കൊണ്ടുതരണം. അതൊക്കെ എന്റെ മോഹങ്ങളാ. നിന്റെ മോഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചാ മതി. നീ മോഹിക്കുന്ന കാര്യം ഈ ജന്മത്തിലെന്നല്ല, എത്ര ജന്മം എടുത്താലും നടക്കാൻ പോകുന്നില്ല. കാരണം നിന്റെയും അരവിന്ദേട്ടന്റെയും കല്യാണം നടക്കില്ലല്ലോ. നിന്റെ ബാലമാമൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. മാഷിന്റെ തീരുമാനത്തെ എതിർക്കാൻ നീ ആരാ? ബാലമാമൻ സമ്മതിച്ചത് നിന്റെ സ്വഭാവം എന്താന്ന് മനസ്സിലാക്കിയല്ലോ. മരുമകളായിട്ട് ആയിരപ്പറയിലേക്ക് വരണം, അച്ഛനില്ലാതെ വളർന്നതാണെന്നൊക്കെ സെന്റിമെന്റ്സ് അടിച്ച് നീ ബാലമാമനെ പറ്റിച്ചു. എന്റെ സമാധാനം കളയലാണല്ലോ നിന്റെ ഉദ്ദേശം. പക്ഷെ പോവാൻ പോകുന്നത് എന്റെ സമാധാനം മാത്രല്ല, നിന്റെയും കൂടിയാ. നിനക്കവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതാദ്യം നീ മനസ്സിലാക്കിക്കോ. ഇതൊന്നും അറിയാതെയാണോ ഞാൻ ഇറങ്ങി തിരിച്ചത്? എനിക്കെല്ലാം അറിയാം. അരവിന്ദനെ കല്യാണം കഴിച്ച എന്തായിരിക്കും എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? കല്യാണം കഴിഞ്ഞ് ഞാൻ കുടുംബം നടത്താനാണ് വരുന്നതെന്ന് വിചാരിച്ചോ നീ? ആകാശനെ നഷ്ടപ്പെട്ടപ്പോ എന്റെ സന്തോഷവും സമാധാനവും എല്ലാം അതോടെ പോയി. ഞാൻ അരവിന്ദനെ കല്യാണം കഴിച്ച ആയിരപ്പറയിലേക്ക് വരുന്നത് ആ വീടൊരു ചുടുകാടാകാൻ വേണ്ടിയാ. മരണത്തിന് ശേഷമാണ് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ഉള്ള യാത്ര. പക്ഷേ ജീവിച്ചിരിക്കുമ്പോ തന്നെ നരകം എന്താണെന്ന് നിന്റെ ബാലമാമനെ ഞാൻ കാണിച്ചു കൊടുക്കും. എന്റെ ബാലമാമൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അരവിന്ദേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് നിന്റെ സെന്റിമെന്റ്സ് കേട്ട് സമ്മതിച്ച ആളാ. അതിന്റെ നന്ദിയായിട്ടാണോ നീ ബാലമാമനെ നരകിപ്പിക്കാൻ പോകുന്നത്? നിന്റെ മാമൻ എന്നോട് എന്ത് തെറ്റാ ചെയ്തേന്നല്ലേ? അയാളല്ലേ നിന്റെ ആകാശിന്റെയും കല്യാണം നടത്തിയത്. ആ ഒരു കാര്യം മതി അയാളെ എനിക്ക് ഇല്ലാതാക്കാൻ. ശ്രേയ, ബാലമാമനെ അയാൾ ഇയാളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, നിനക്കങ്ങ് കൊണ്ടു. എടി, നിന്റെ ബാലമാമന്റെ നാട്ടിലുള്ള പേരും പ്രശസ്തിയും അന്തസ്സും അഭിമാനവും ഒക്കെ ഇല്ലാതാക്കി വെറും ഒരു ബാലനാക്കി മാറ്റി കാണിച്ചു തരാം ഞാൻ. നിന്റെ അക്കുച്ചേട്ടന്റെ സന്തോഷം കാണാൻ വേണ്ടിയല്ലേ അയാളെ നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത്. നിനക്കും ആകാശനും സന്തോഷവും സമാധാനവും ഇല്ലാതായ വിഷമിക്കുന്നത് നിന്റെ ബാലമാമനായിരിക്കില്ലേ? അത് കണ്ട് എനിക്ക് രസിക്കണം, സന്തോഷിക്കണം. നിന്റെ ബാലമാഷനുള്ള ശിക്ഷയാ എന്റെ കല്യാണം. നിന്റെ കഴുത്തില് താലി കെട്ടിയത് അബദ്ധമായി പോയെന്നോർത്ത് ആകാശ് പശ്ചാത്തപിക്കണം. ആകാശിന്റെ താലി നിന്റെ കഴുത്തില് വീണത് തൂക്കുകയറിന് തുല്യമായിരുന്നെന്ന് നീയും ആലോചിക്കും. നിന്റെ വണ്ടി കത്തി ഒരു സ്കെലറ്റനായി നിന്നത് കണ്ടതല്ലേ? അതുപോലെ നിന്റെ ജീവിതവും വെറും ഒരു സ്കെലറ്റനാവും. ഇതെന്റെ വാശിയാ. നിന്റെ കല്യാണത്തിന് സമ്മതിച്ച ബാലമാമനെ കുറിച്ച് തന്നെ നീ ഇത് പറയണം. നീ പറഞ്ഞത് മുഴുവൻ ദൈവങ്ങൾ കേട്ടോണ്ടിരിക്കുക. ഞാൻ നിന്നെ വിട്ടാലും ദൈവം നിന്റെ ആഗ്രഹം നടക്കാൻ അനുവദിക്കില്ല. ആ ദൈവാനുഗ്രഹത്തോടെ ഈ കല്യാണം ഞാൻ മുടക്കിയിരിക്കും. ഇത് എന്റെ വാശിയാ.
അക്കുച്ചേട്ടാ, ദേ പാല്. എന്തു പറ്റിയ അക്കുച്ചേട്ടാ? അച്ഛൻ അരവിന്ദനോട് സ്വത്ത് തിരികെ എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോ അതിനവൻ സമ്മതിക്കാതെ ഈ കല്യാണം നടക്കാതിരിക്കാൻ ഒരു കാരണമാവുന്ന ഞാൻ വിചാരിച്ചു. ശ്രേയയ്ക്ക് വേണ്ടി അരവിന്ദ് സ്വത്ത് എഴുതി കൊടുത്തത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അത് വിട്ടുകള അക്കുച്ചേട്ടാ. ഈ കല്യാണം നടക്കാതിരിക്കാൻ നമ്മളെ കൊണ്ടാവുന്ന പോലെ ശ്രമിച്ചു നോക്കിയില്ലേ? നടന്നില്ലല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാനാവില്ലെന്ന് തോന്നിയാ അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം.